ആ പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ജോർജ് അറിഞ്ഞ മെരുക്കുന്നെറ്റീന്നേ. പറയൂ ബ്രദറെ. അപ്പൊ ഞാൻ വിളിച്ചതേ, ബ്രദറെ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതിന്റെ ബാക്കിയായിട്ട് ഒന്നും പറയാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ആണ് ഞാൻ മെയിനായിട്ട് വിളിക്കാന്ന് വെച്ചതേ. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് പൗരോഹിത്യത്തിനെ കുറിച്ചും കുർബാനയെ കുറിച്ചും ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ റെഫറൻസ് ഒന്നും അന്ന് എടുത്തില്ലായിരുന്നു. ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അങ്ങനെ സംസാരിച്ചതായിരുന്നു. ഇപ്പൊ ഞാൻ ബൈബിള് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പുതിയ നിയമവും പഴയ നിയമവും എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് പൗരോഹിത്യവും ക്രിസ്തുവിന്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ലെന്നും ഇപ്പോഴുള്ള പൗരോഹിത്യം എന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബ്രദറെ, ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ക്രിസ്തുവിന്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല എന്ന് തന്നെയാണ് വചനം പറയുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം യാതൊരാളും വീണ്ടെടുക്കുന്നില്ല. പഴയ നിയമ ലേവി പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല. ആ ലേവി പൗരോഹിത്യമോ ക്രിസ്തുവിന്റെ പൗരോഹിത്യമോ കൈമാറ്റപ്പെട്ട് വീണ്ടും ആ പൗരോഹിത്യ ബലി, അതായത് ഇപ്പൊ ലേവി പൗരോഹിത്യത്തിലുള്ള മൃഗബലിയോ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലുള്ള കാൽവരിയിലെ ക്രൂശിലെ അതേ ബലി തന്നെ, അല്ലെങ്കിൽ വീണ്ടും ഓരോ പുരോഹിതനായി ആ പുരോഹിതൻ പോയി ക്രൂശിയെ മരിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: ഞാനും ബ്രദറും ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിന്റെ രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ആ ദൈവീകമായിട്ടുള്ള ആ വിളിയുടെ പൂർണ്ണത നമ്മിലേക്ക് കടന്നു വരുമ്പോ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു അനുസരണമുണ്ട്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. ആ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ബ്രദർ എന്ന് പറഞ്ഞല്ലോ, ഞാൻ വേറെ ഏതൊരു മിനിസ്ട്രിയിൽ അപ്പൊ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ മിനിസ്ട്രിയില് അവിടെ കയറി നിൽക്കുന്ന ആളുടെ പേര് പാസ്റ്റർ എന്നാണെന്നുണ്ടെങ്കിൽ അതിലല്ലോ ഞാന് ആ ആളുടെ പേരിന്റെ അതല്ല നോക്കിയത്, ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ കാര്യ പറഞ്ഞേ. അതോ പുരോഹിതനോ അല്ലെങ്കിൽ പാസ്റ്ററോ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ഒരു ഈക്വാലിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താണ് പറഞ്ഞത്? ഈ ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുർബാന അർപ്പിക്കുമ്പോ ഇപ്പൊ തുടങ്ങുന്നത് തന്നെ ഒരുമയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്താണ് ബലി എന്ന വാക്കിന്റെ അർത്ഥം? ബലി എന്താണ്? ഇപ്പൊ ഹെബ്രായ ലേഖനത്തിന്റെ അകത്ത് 7-ാം അധ്യായത്തിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബലി എന്താന്നുള്ളത്. എന്റെ പൊന്നു ബ്രദറെ, നിങ്ങൾ ഈ നമ്മളുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളൊരു വാക്ക് എടുത്തിട്ട് അതെന്താണെന്ന് പോയി നോക്കുകയല്ല. എന്താണ് ബലി എന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളത് ആദ്യം ഒന്ന് ബ്രദർ ഒന്ന് പറഞ്ഞേ. അതൊന്ന് ചിന്തിച്ചിട്ട് അത് ആ വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ അകത്ത് ഉണ്ടല്ലോ. ഇപ്പൊ ആ വചനം എബ്രായർക്കെഴുതിയ ലേഖനം 21 മുതൽ 26 വരെയുള്ള വാക്യം ബ്രദറിനൊന്ന് വായിക്കാവോ? വായിച്ചോളൂ ബ്രദർ, വായിച്ചോളൂ. എനിക്ക് ചെറിയ പെട്ടെന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം 7:21 ഇവനാകട്ടെ കർത്താവ് ശപഥം ചെയ്തിട്ടുണ്ട്, അവൻ മനസ്സ് മാറുകയില്ല, നീ എന്നേക്കും പുരോഹിതനാണെന്ന് തന്നോട് പറഞ്ഞവന്റെ ശപഥത്തോടു കൂടിയാണ് പുരോഹിതനായത്. ഇത് ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ ഒരു ഉടമ്പടിക്ക് അച്ചാരം. ഞാൻ ചോദിച്ച ചോദ്യം ബലി എന്താണെന്നാണ്. ബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ്. സംസാരിക്കുന്നത് പൗരോഹിത്യത്തെ കുറിച്ചിട്ടാണ്. അതിന് തൊട്ട് മുമ്പ് ബലിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെന്ത് ബലിയെ കുറിച്ച്? അത് പഴയ നിയമ ബലിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. പഴയ നിയമ ബലി ബ്രദർ, ഏതെങ്കിലും പള്ളിയിൽ ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഏതെങ്കിലും പള്ളിയിൽ കാളയെ കൊന്ന് ബലിയർപ്പിക്കുന്നത് എവിടെയെങ്കിലും ബ്രദർ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ പള്ളിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമല്ലേ ചെയ്യുന്ന? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും ബ്രദറെ. എവിടെയെങ്കിലും കേരളത്തിലോ വിദേശത്തോ ഇന്ത്യയിലോ ലോകത്തെവിടെയെങ്കിലും കത്തോലിക്ക പള്ളികളില്, ക്രിസ്തീയ പള്ളികളില്, കാത്തലിക്സ് ആകട്ടെ, ഓർത്തഡോക്സ് ആകട്ടെ, യാക്കോബൈറ്റ്സ് ആകട്ടെ, ഏതെങ്കിലും ഒരു ചർച്ചില് കാളയനെ കൊല്ലുന്ന പഴയ നിയമ ബലി ബ്രദർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യം, ഒരു ചെറിയ വാക്കുകൊണ്ട് ഉത്തരം പറയാം. ഉണ്ടോ ഇല്ലയോ? ഇല്ല. അത് ഇസ്രായേൽക്കാരോട് ദൈവം കൊടുത്തിരിക്കുന്ന ആ ബലി ഇവിടെ പറയുന്ന ഹെബ്രായർ 7-ാം അധ്യായത്തിൽ പറയുന്നത് പഴയ നിയമ ബലിയാണ്. പിന്നെ അത് ഇതുമായിട്ട് ബ്രദർ എന്തിനാ ഉദാഹരണം വെക്കുന്നത്? ഇതിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. തുടർന്നിരുന്ന വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്നേക്കുമുള്ള ഏകബലി ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു, ഇനി പാപപരിഹാരത്തിനായി. എന്നേക്കുമുള്ള ഏകബലി എന്ന് പറയുന്നത് യേശുവിന്റെ കാൽവരി ബലിയാണ്. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന പഴയ ബലി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കാളയെ കൊല്ലുന്ന ബലിയാണ്. ഈ 2 ബലിയും അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ 2 ബലി ഇവിടെ ഏതെങ്കിലും ചർച്ചയിൽ ഈ 2 ബലി നടക്കുന്നുണ്ടോ? ഞാൻ അതാ ചോദിച്ചത് ബ്രദർ. ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചതാ. ലോകത്തെ എവിടെയെങ്കിലും ഒരു ക്രിസ്തീയ പള്ളികളില് കാളയെ കൊല്ലുന്ന, ആടുകളെ ബലിയർപ്പിക്കുന്ന, ജെറുസലേം ദേവാലയത്തിൽ നടന്ന ബലി ഉണ്ടെങ്കിൽ ബ്രദർ കാണിച്ചാ. എന്നിട്ടത് പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം.
അല്ല, ബലി എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ചോദിച്ചത് ബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്. അത് പറയാൻ ബ്രദർ തയ്യാറല്ലല്ലോ. അതെ, അപ്പൊ ഞാൻ പറയാലോ, ബലി, പഴയ നിയമത്തിലെ ബലി ഇസ്രായേൽക്കാരോട് അവർക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പഴയ നിയമത്തിലെ ബലി. പുതിയ നിയമത്തിലെ ആൾക്കാർക്ക് ആരെങ്കിലും പഴയ നിയമത്തിലെ ലേവ്യ പുരോഹിതനുള്ള ബലി അർപ്പിക്കാൻ എവിടെയെങ്കിലും ഉണ്ടോ ഈ പുതിയ നിയമത്തില്? ഞാനത് ചോദിച്ചത് പഴയ നിയമത്തിൽ അവര് ജാതികൾക്ക് അങ്ങനെ ഒരു ബലി ഉള്ളതായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ജാതികൾക്ക് ബലിയുണ്ടോ? ദൈവം ബലി അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന ലേവ്യ പുരോഹിതത്തില് ലേവ്യ ഗോത്രത്തിൽപ്പെടുന്ന പുരോഹിതന്മാർക്ക് മാത്രമാണ് യാഗങ്ങളും ബലികളും അർപ്പിക്കാൻ പറ്റുള്ളൂ. അർപ്പിക്കാൻ പറ്റില്ല. അർത്ഥം എന്താണ്? അത് ഇനിയെങ്കിലും ഒന്ന് പറയാൻ തയ്യാറാണ്. അല്ല, ക്രിസ്തുവിന്റെ ബലി ഈ ലേവ്യ പൗരോഹിത്യം അനുസരിച്ചുള്ള ബലിയാണോ? എന്റെ പൊന്നു ബ്രദറെ, ഞാൻ ചോദിക്കുന്ന ഒരു ബ്രദർ എന്താ മറുപടി പറയാത്ത? ബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതെന്ത് പറയാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞത് ബലി എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ ബലി യാഗങ്ങൾ അർപ്പിക്കുന്നതാണ് ബലി. അത് മാത്രമേ ബലിയുള്ളൂ? ബലി എന്ന വാക്കിന്റെ അർത്ഥം പഴയ നിയമത്തിലെ ബലിയാണെന്നാണോ ബലിയുടെ അർത്ഥം? ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണത്, ദൈവം പറഞ്ഞനുസരിച്ച്. അങ്ങനെയാണോ അർത്ഥം? അർത്ഥം എന്താണെന്ന് പറയാനായിട്ടാണ് എന്റെ ബ്രദർ പറ്റാത്തത്? അവിടെ പാപ പരിഹാര ബലിയുണ്ട്, പല ബലികളെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഞാൻ എന്നാ കുറച്ച് വചനങ്ങൾ വായിപ്പിക്കട്ടെ, വായിക്കാൻ പറ്റുമോ? പറഞ്ഞേ. 2 തിമോത്തിയോസ് 4:6 എന്ന് വായിക്കുമ്പോ. 2 തിമോത്തി 4:6. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എന്റെ വേർപാട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് പൗലോസ് അപ്പോസ്തലനെ ദേവാലയത്തെ കൊണ്ടുപോയിട്ട് അറക്കൂന്നാണോ ഉദ്ദേശിക്കുന്നത്? ആ ബലി എന്ന വാക്കിന് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ക്രിസ്തുവിന്റെ ബലി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശീകരണം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞാടിനെ അർത്ഥന്റെ അതേ ബലി തന്നെയല്ലേ ക്രിസ്തുവിന്റെ ബലി? ഇതേ ബലി തന്നെയാണോ പൗലോസിനെ ചെയ്തത് ആണെന്നാണോ ബ്രദർ പറയുന്നത്? പൗലോസ് തന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന, തന്റെ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ബലി എന്ന വാക്ക് ഉപയോഗിച്ചു. ഈ ബലി എന്ന വാക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പഴയ നിയമത്തിൽ ലേവി പൗരോഹിത്യത്തിലുള്ള ബലിയാണോ അല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, അതിന്റെ അകത്ത് തുടർന്ന് വരുന്ന വാക്യമുണ്ട്. എന്റെ സമയം സമാഗതമായിരിക്കുന്നു, ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കി പറഞ്ഞു. തന്റെ മരണത്തെ കുറിച്ചാണ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായെന്ന് ഉദ്ദേശിക്കുന്നത് തന്റെ മരണത്തെ കുറിച്ചിട്ടാണ്, രക്തസാക്ഷിത്വത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പഴയ നിയമ ബലിയാണോ അല്ലയോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ബലി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു എവിടെയെങ്കിലും ബലി എന്നുള്ള ഒരു വാക്ക്, ഇപ്പൊ കുർബാന അത് ബലിയാണല്ലോ, അപ്പൊ ബലിയെല്ലാം തീർന്നു പോയല്ലോ, ബലി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ബലിയുടെ വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ ബലി, ക്രിസ്തു അർപ്പിച്ച ബലി എന്ന് പറഞ്ഞാൽ അത് പാപപരിഹാരത്തിന് വേണ്ടിയിട്ട്, പാപമില്ലാത്തവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിൽ ഞാനത് പറഞ്ഞല്ലോ ബ്രദർ, എന്നേക്കുമായ ബലി അവസാനിച്ചു, ഇനി മറ്റൊരു ബലി ഇല്ല. പിന്നെ ഉള്ളത് അവന്റെ ഓർമ്മയാചരണമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കുർബാന എന്ന് പറയുന്നതിന് ബലി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതിന് നിങ്ങൾ വിമർശിക്കുന്നു, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആളുകളെ പറ്റിക്കുന്നു എന്ന് പറയുന്നു. അവിടെയാണ് എന്റെ ചോദ്യം. ബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുർബാന തുടങ്ങുമ്പോഴും തീരുമ്പോഴും ഈ ഇത് പറയുന്നുണ്ട്, ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ അർപ്പിച്ച സാധനം ബലിയാണല്ലോ അവിടെ. വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറയാൻ ഇനിയെങ്കിലും ബ്രദറിന് പറ്റുമോ? കഴിയുമെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ, പറ്റില്ലെങ്കിൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ, ഞാൻ പറഞ്ഞുതരാം. ഇത് പറയാതെ, ഇത് ചെയ്യാതെ നിങ്ങൾ ഈ കിടന്നിട്ട് വട്ടം കളിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? വട്ടം കളിക്കുന്നല്ല, ഞാൻ വചനം വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ അറിവാണ്. ഞാൻ അതേ വചനത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ മരണമാകുന്ന കാര്യത്തെ കുറിച്ച് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ബലി എന്നാണ്. അപ്പൊ നിങ്ങൾ ഇത് ബലിയായിട്ട് കണക്കൂട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ കിടക്കുക. അത് ബലിയാണോ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്? ഇനിയും വാക്യം തരാം, അടുത്ത വാക്യം ഞാൻ എടുക്കും. അതിനു മുമ്പ് ഞാൻ ഇത് പറഞ്ഞു. ഹെബ്രായ ലേഖനം 13:15 എടുക്കാമോ? എടുത്തു. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ബ്രദറിന് എന്താ മനസ്സിലായത്? അവിടെ ബലിന്നൊരു വാക്കുണ്ടല്ലോ, അപ്പൊ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ബ്രദറിന് എന്താ മനസ്സിലായത്? ഞാൻ ഈ സത്യവേദോസ്തത്തിൽ നിന്ന് വായിക്കണോ?
അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, യാഗം. അപ്പൊ അവിടെയും പഴയ നിയമത്തിലെ യാഗത്തിന്റെ വാക്ക് തന്നെയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്, സ്തോത്രയാഗം. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ഇവിടെ ബലി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ജനത്തെ കബളിപ്പിക്കുകയായിരുന്നില്ലേ? ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞു ബലി ഇല്ല, ബലി അവസാനിച്ചു എന്ന് പറഞ്ഞു. ക്രിസ്തുവിലൂടെ എല്ലാ ബലി അവസാനിച്ചു, ഇനി ഒരു ബലി ഇല്ല എന്ന് പറഞ്ഞിട്ട് അതേ അപ്പസ്തോലൻ തന്നെ 7-ാം അധ്യായത്തിൽ ബലിയില്ലെന്നും പൗരോഹിത്യമില്ലെന്നും പഴയ ബലി അവസാനിച്ചു എന്നും ഇതെല്ലാം പറഞ്ഞ അപ്പസ്തോലൻ തന്നെ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാണ് അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തിൽ ഏറ്റുപറയുന്ന ആദരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുർബാന തുടങ്ങുമ്പോൾ അതേ ബലി എന്ന് പറഞ്ഞു, കുർബാന അവസാനിക്കുമ്പോൾ ബലി എന്ന് പറഞ്ഞു. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു വാക്ക് അച്ഛൻ ഉപയോഗിച്ചു. അതുകൊണ്ട് അച്ഛൻ നമ്മളെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ ബ്രദറിനോട് എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ കബളിപ്പിച്ചില്ലേ? ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബലി എന്ന വാക്ക് ഉപയോഗിച്ചില്ലേ? എന്തിനുപയോഗിച്ചു? അല്ല, കർത്താവിന്റെ ഇപ്പൊ സ്വസ്ത്രയാഗം അർപ്പിക്കുന്നത് അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ പാടുന്നത് മുഴുവൻ സ്വസ്ത്രഗാനങ്ങളാണല്ലോ. കർത്താവ് സ്വസ്ത്രഗാനം പാടി എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാണല്ലോ. പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളാണ് പാടിയത്. അത് ആ പാടുന്നത് ബലിയായിട്ട് വരില്ലല്ലോ. സങ്കീർത്തനങ്ങൾ പാടുന്ന ബലിയായിട്ട് വരുമോ? ഇല്ല. ഞാനല്ലെന്നേ പറഞ്ഞത്. സ്തുതികളുടെ ബലി അർപ്പിച്ചത് എന്ന് പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനാണ് ഹെബ്രായ ലേഖനത്തില്. അത് അപ്പോസ്തലനോട് ചോദിക്കി, അത് ബലിയായിട്ട് വരുമോ? പിന്നെ എന്ത് നിങ്ങൾ ബലിയായിട്ട് എഴുതി വെച്ച് എന്തെന്ന് ചോദിക്കി, അപ്പോസ്തലനോട് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ ബൈബിളിനോട് ചോദിക്കി. ബ്രദറിന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ ബ്രദർ തന്നെയല്ലേ വായിച്ചേ? 13:15 അവിടെ ബലിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ എന്ത് പറയാനാ? ഇപ്പൊ ഈ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് 7-ാം അധ്യായത്തിന്റെ അകത്ത് തുടർന്നുള്ള പിന്നെ എന്നേക്കുമായുള്ള ഏകബലിയുടെ കാര്യം പറയുന്നുണ്ട്. 9-ാം അധ്യായത്തില് 10-ാമത്തെ വാക്യം, അല്ല 10-ാം അധ്യായത്തില് തുടങ്ങുന്ന തന്നെ അംഗീകരിച്ചു. ഐ ആക്സെപ്റ്റഡ്. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ 100% അംഗീകരിച്ചു. പക്ഷെ അതേ അധ്യായത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ബലി എന്ന വാക്ക് ഉപയോഗിച്ചല്ലോ ബ്രദറെ. അപ്പൊ ബലി എന്ന വാക്ക് ഉപയോഗിക്കുന്ന അച്ഛൻ പുരോഹിതൻ കബളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ അപ്പസ്തോലൻ ഇവിടെ സ്തുതികളുടെ ബലികൾ അർപ്പിക്കുന്നു, ദൈവത്തിനെ സ്തുതിക്കുന്നത്, ദൈവത്തിന് കീർത്തനങ്ങൾ പാടി ആരാധിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ബലി എന്ന വാക്കുകൊണ്ട് അപ്പസ്തോലൻ ഉപയോഗിച്ചു. അപ്പൊ അപ്പസ്തോലൻ നമ്മളെ കബളിപ്പിച്ചില്ലേ? ബ്രദറിന്റെ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ പുരോഹിതര് നമ്മളെ കബളിപ്പിക്കുന്നു എന്ന് പറയുന്ന അതേ ബ്രദർ അപ്പസ്തോലനെ നമ്മളെ കബളിപ്പിച്ചു എന്ന് പറയണം. അല്ലേ നേരെ തിരിച്ചു പറയണം, ബലി എന്ന വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സമർപ്പണം. അത് ചിലപ്പോ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ബലി, അതല്ലാതെ മറ്റൊരു വാക്കില്ല. ആ വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അത് പഴയ നിയമ ബലിയാവില്ല, അത് കാളയെ കൊല്ലുന്ന ലേവ്യ പൗരോഹിത്യത്തിന്റെ ബലിയാകത്തില്ല. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും മുഴുവൻ കാണുന്ന കാര്യങ്ങൾ നമുക്കവിടെ വ്യക്തമാണ്. പഴയ നിയമ ബലികളെ കുറിച്ചും പുതിയ നിയമ വ്യത്യാസങ്ങളെ കുറിച്ചിട്ടുമാണ് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചറിയണം. അത് മാത്രമാണ് എന്റെ റിക്വസ്റ്റ് ബ്രദറെ. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോ ഉണ്ടല്ലോ പള്ളിയില് ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ഓഫീസ് അതുപോലെ തന്നെ കുർബാന ഒക്കെ ചെല്ലുന്നുണ്ടല്ലോ. മരണത്തിലേക്ക് ഓഫീസിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് ഇതൊന്ന് കൺഫേം ചെയ്യും, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇനി എന്തോരം വിഷയം കിടക്കുന്നു, 1000 വിഷയം കിടക്കുന്നുണ്ട്. പലതിലും എനിക്ക് എതിർപ്പുള്ള കാര്യമാണ്. പൗരോഹിത്യത്തിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ അങ്ങോട്ട് പോവാം. ആദ്യം ബലി കംപ്ലീറ്റ് ചെയ്യും. പോസ്റ്റ്മോർട്ടം അല്ലേ ഞാൻ പറഞ്ഞത്? പൗരോഹിത്യത്തിനെ കുറിച്ചും ബലിയെ കുറിച്ചും ആണെന്ന് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത്. ബലി കംപ്ലീറ്റ് ചെയ്തോ? എന്നിട്ട് നമുക്ക് പൗരോഹിത്യത്തിലേക്ക് വീണ്ടും പോണെങ്കിൽ പോവാം. പൗരോഹിത്യത്തിൽ ബ്രദർ നമ്മളന്ന് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ബലിയിലേക്ക് ബ്രദർ വന്നപ്പോ ഞാൻ വന്നത്. ഇനി ബലി കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും പൗരോഹിത്യത്തിലേക്ക് പോകണമെങ്കിൽ പോകാം. അപ്പം ഈ 7-ാം അധ്യായത്തില് 21 മുതലുള്ള 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തു ചെയ്തത് എന്താണ് എന്നുള്ള കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ബ്രദറിന്റെ പ്രശ്നം എന്താണ്? ബലി എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണോ പ്രശ്നം? വേറെന്തെങ്കിലും ആണോ പ്രശ്നം? എന്താണെന്ന് പറയൂ. ഞാൻ പറഞ്ഞ ഈ കത്തോലിക്ക പള്ളിയിലെ എല്ലാ സഭകളിലും ഇന്ന് നടത്തുന്ന ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബൈബിളുമായിട്ട് യാതൊരു പൊരുത്തമില്ലെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ ഒരു നാമത്തിൽ ചേർന്നിടാം, തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഏത് ബലിയെ കുറിച്ചാണ് പറയുന്നത്? ഈ ചെല്ലുന്ന അച്ഛന്മാര് തമ്മിൽ ഒരുമയുണ്ടോ? എന്റെ പൊന്നു ബ്രദറെ, തിയറി പറയുമ്പോ അവിടെ വ്യക്തികളുടെ വൈകാരികമായിട്ടുള്ള കാര്യം പറയരുത്. അതിന് യാതൊരുവിധ കാര്യമില്ല.
ഈ യോജിപ്പില്ല എന്ന് പച്ചയ്ക്ക് വീഡിയോ ഇടുന്ന ആളല്ലേ ഞാൻ, പച്ചയ്ക്ക് പറയുന്ന ആളല്ലേ ഞാൻ, പിന്നെ അത് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഇവരിൽ പലർക്കും ഈ യോജിപ്പില്ല എന്നുള്ളത് പച്ചയ്ക്ക് പറയുന്ന ഒരു മനുഷ്യനല്ലേ ഞാൻ. എന്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാല് അങ്കമാലി എറണാകുളം രൂപതയിലെ കുർബാന തർക്കം. ബ്രദർ അത് വിട് അതവിടെ നിൽക്കട്ടെ. ബ്രദറിന് ഇപ്പൊ തിയറി ആണോ പ്രശ്നം, തിയോളജിക്കൽ തിയറി ആണോ പ്രശ്നം, അതെയോ വ്യക്തികളാണോ പ്രശ്നം? വ്യക്തികളെ വിട്. ഈ വ്യക്തികളല്ലേ ഇന്ന് സഭയെ നയിക്കുന്നത്. ബ്രദർ ഇപ്പൊ തൽക്കാലം വ്യക്തികളെ മാറ്റി നിർത്ത്. ഞാൻ ചോദിക്കുന്നേ, ഈ തോന്നിവാസം കാണിക്കുന്ന വ്യക്തികളാണ്. ആദ്യം ഈ തിയോളജിക്കൽ കാര്യം സംസാരിക്കൂ. എനിക്ക് വ്യക്തികളെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് തിയോളജിക്കലായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇന്ന് സഭയിലെ അടി നടക്കുന്നതാണ്. അതവിടെ നടക്കട്ടെ. നമുക്ക് അതിനെ കുറിച്ചല്ലല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ബലി എന്ന വാക്കാണ്. അപ്പൊ ബലി എന്ന വാക്കിന് അവിടെ സമർപ്പണം എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. അപ്പൊ സമർപ്പണം, ഇപ്പം ലാറ്റിൻ കുർബാന ബ്രദർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലാറ്റിൻ കുർബാന ഇവിടെ ഞങ്ങളുടെ അടുത്ത ജാതിമള്ളി ഉണ്ടായിരുന്നു. ലാറ്റിൻ കുർബാനയുടെ അവസാനം അത് ഇപ്പൊ ഈ കത്തോലിക്ക സഭയിൽ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ബൈബിളുമായിട്ട് യാതൊരു പൊരുത്തമില്ലെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ആ സഭ വിട്ടത്. പള്ളിയിൽ നടക്കുന്ന അമ്പെഴുന്നള്ളിക്കല്, അതുപോലെ തന്നെ ജപമാല, അതിലേക്കൊക്കെ വരും. നമ്മൾ ഈ നിൽക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ചാടി ജമ്പ് ചെയ്യില്ലേ, അതിനെ പറയുന്നതാണ് നമ്മൾ ഗോൾ പോസ്റ്റ് മാറ്റി പിടിക്കുക എന്നുള്ളത്. നമ്മളിപ്പോ പറയുന്ന പോസ്റ്റ് ആ ഒരു സംഭവം ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ. ഇപ്പൊ സിസ്റ്ററൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. ലാറ്റിൻ കുർബാനയുടെ അവസാനം അവിടെ സാധാരണ പറയുന്നത് ദിവ്യപൂജ സമാപിച്ചിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ, ക്ലിയർ ആക്കണം. ഞാൻ ഈ പറയുന്നതൊന്ന് കേട്ട് കഴിഞ്ഞിട്ട് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചു നമുക്ക് പറയാം. ഞാൻ ചോദിക്കട്ടെ, കാര്യമാണെങ്കിൽ ഈ കേരളത്തില് പറയട്ടെ പ്ലീസ്. അല്ല, ഇപ്പൊ ലാറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന ഞാനിത് പറഞ്ഞു തീരട്ടെ, എന്നിട്ട് പറഞ്ഞോ. ഒരു സെക്കൻഡ് എനിക്ക് തരൂ. അപ്പൊ ദിവ്യപൂജ സമാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദിവ്യപൂജ സമാപിച്ചു എന്ന് പറയുമ്പോൾ പൂജ എന്ന മലയാളം വാക്ക് അത് ബലിയെന്നും സമർപ്പണമെന്നും ഒക്കെ ഉണ്ട് അതിനകത്തൊരർത്ഥം. സത്യം പറഞ്ഞ എനിക്ക് ഈ ദിവ്യപൂജ സമാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള വാക്കൊന്നുമല്ല. ഞാനത് കേൾക്കാൻ എനിക്ക് ഒരു ഇറിറ്റേഷൻ ഉള്ള കാര്യമാണ് അത് കേൾക്കുന്നത് തന്നെ. പക്ഷെ ഈ പൂജ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവിടെ അച്ഛനൊരു പൂണൂലൊക്കെ ഇട്ട് കുറെ പൂവൊക്കെ എടുത്ത് വീക്കി കുറെ വിളക്കൊക്കെ എത്തിച്ച് എന്തെങ്കിലും പൂജ ചെയ്തു എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതേ ഇപ്പൊ ഹിന്ദുക്കള് ചെയ്യുന്ന അതേ ആചാരങ്ങൾ തന്നെയല്ലേ ഇന്ന് ആൾക്കാരിലേക്ക് നോക്കിയാൽ കാണാനുള്ളത്. പൂക്കള് തിരി എന്ന് വേണ്ട ധൂപാർപ്പിക്കല്, ഇതെല്ലാം എന്താ വ്യത്യാസമുള്ളത്? ഞാൻ പറഞ്ഞ ആശയം ബ്രദറിന് വല്ലതും മനസ്സിലായോ? ഒരു സ്ഥലത്ത് കർത്തൃമേശ എന്ന് പറയുന്നു, അടുത്ത സ്ഥലത്ത് ബലി എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് പൂജ എന്ന് പറയുന്നു. അതിന് യാതൊരു മാറ്റമില്ല. നമ്മൾ രണ്ടാവണം. എന്താ അത് പറഞ്ഞോ, അതിലേക്ക് വരാം. കർത്തൃമേശയും ദിവ്യ ബലിയും ഒന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാകുന്നത്? എന്താണ് വ്യത്യാസം? എന്താ പറയൂ ബ്രദറിന് മനസ്സിലായ വ്യത്യാസം പറയൂ. ഞാൻ പറയാം. ഒരു കുർബാന എന്ന് പറയുന്നത് ആവറേജ് 1 മണിക്കൂറുണ്ട്, ഇല്ലേ? ഉണ്ടാവാം. 30 മിനിറ്റ് കൊണ്ടും കുർബാന തീരാറുണ്ട്. അത് സ്പീഡുള്ള അച്ഛന്മാര് 15 മിനിറ്റ് കൊണ്ട് ചെല്ലുന്നവരുണ്ട്. സ്പീഡൊന്നുമല്ല. പാട്ട് കുർബാനയാണെന്നുണ്ടെങ്കിൽ സമയം കൂടുതലെടുക്കും. പാട്ട് പിടിക്കുന്നില്ലെങ്കിൽ ഷോർട്ടായിട്ട് പോകും. 35 മിനിറ്റ് കൊണ്ട് 30 മിനിറ്റ് കൊണ്ട് തീരും. അത് 1.5 മണിക്കൂർ കൊണ്ട് ചെല്ലുന്നുണ്ട്, അരമണിക്കൂർ കൊണ്ട്. ഇനി യാക്കോബായ കുർബാനാണെങ്കിൽ 3 മണിക്കൂർ വരെ പോകാറുണ്ട്. സമയത്തിന്റെ അല്ല തർക്കം, സമയത്തിന്റെ അല്ല. ഈ കർത്താവ് സ്ഥാപിച്ച ആ ഒടുവിലത്തെ അത്താഴം ഇല്ലേ, അതാണല്ലോ കുർബാനയെന്ന് പറഞ്ഞെന്ന് പള്ളികളിൽ ചെയ്യുന്നത്. പറഞ്ഞോളൂ. അത് കർത്താവ് ചെയ്തതിന് ഈ കുർബാനയായിട്ട് എന്താ ഒരു ഇതുള്ളേ? പ്രശ്നം പറയാനത് എന്താ പ്രശ്നം എന്ന് പറയും. കർത്താവ് അപ്പോൾ എടുത്ത് വാഴ്ത്തി എന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇനി വീണ്ടും വരുവോളം എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യുവാൻ പറഞ്ഞു. അപ്പോൾ പാനപാത്രം എടുത്ത് ഇതെന്റെ രക്തത്തിലെ പുതിയ ഉടമ്പടിയാകുന്നു, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞു. അത്ര ചെയ്തിട്ടുള്ളൂ. ഈ കുർബാനയ്ക്കകത്തെന്ന് പറയുമ്പോൾ മാതാവിനോടുള്ള പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥനയുണ്ട്, വേറെ ഒത്തിരി പ്രാർത്ഥനകൾ കയറി വരുന്നുണ്ട്. കർത്തൃമേശയിലെ എവിടെയാണ് ഇതുമായിട്ട് എന്താ ബന്ധിരിക്കുന്നത്? വാഴ്ത്തുന്നു, വിഭജിച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ പാനപാത്രം എടുത്ത് സ്തോത്രഗീതം ചൊല്ലി അത് പറഞ്ഞിരിക്കുന്ന
കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ അനുസരിച്ച് ചെയ്യുന്നു. പള്ളിയിൽ അതാണോ ചെയ്യുന്നത്? പള്ളിയിൽ എന്താ പ്രശ്നം, എന്താ വ്യത്യാസം പറയൂ? അത് പറയുന്നില്ലല്ലോ ബ്രദറെ. അല്ല പറഞ്ഞേ, കുർബാന തുടങ്ങുമ്പോ മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥന ഉണ്ട് ഇതിനിടയ്ക്ക്. കുർബാന തുടങ്ങുമ്പോ എപ്പോഴാണ് മധ്യസ്ഥന്മാരുടെ പ്രാർത്ഥന? പറയൂ, ക്ലിയർ ചെയ്യും. കുർബാന തുടങ്ങുമ്പോ എവിടെയാണ്? പുസ്തകം മുതല് തുടങ്ങി കഴിഞ്ഞാൽ മധ്യസ്ഥന്റെ പ്രാർത്ഥന എവിടെയാണ്? പറയൂ. കുർബാനയുടെ ഇടയ്ക്ക് കുർബാന തുടങ്ങുമ്പോ എവിടെയാന്ന് പറയൂ. കുർബാന തുടങ്ങുമ്പോ എവിടെയാന്ന് പറയൂ. കുർബാന തുടങ്ങുമ്പോ എവിടെയാന്ന് പറയൂ. ഞാൻ പറയാം. ലേഖനം വായിക്കുന്നതിന് തൊട്ട് മുമ്പ്, ലേഖനം വായിക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥനകളില്ലേ? എവിടെ? ലേഖനം വായിക്കുന്നതിന് മുമ്പ് മധ്യസ്ഥരോട് പ്രാർത്ഥന ഉണ്ടോ? എവിടെ? പറയൂ. അല്ല, ലേഖനം വായിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനകളുണ്ട്. ലേഖനം വായിച്ചാൽ എന്റെ പൊന്നു ബ്രദർ, പ്രാർത്ഥനകൾ ഒരുപാടുണ്ടെന്ന്. തുടക്കം പാട്ടുണ്ട്, പല പാട്ടുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ലേഖനം വായനയുണ്ട്, സുവിശേഷം വായനയുണ്ട്, പഴയ നിയമ വായനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ മധ്യസ്ഥരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് എവിടെയെന്ന് പറയൂ. സുവിശേഷം വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനിപ്പോ 2 വർഷമായി അത് വിട്ടിട്ട്. സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് മധ്യസ്ഥരോട് പ്രാർത്ഥന ഇല്ല. ലേഖനം വായിക്കുന്നതിന് മുമ്പ് മധ്യസ്ഥരോട് പ്രാർത്ഥന ഇല്ല. ഇതിന് ഇടയിൽ ഒന്നും മധ്യസ്ഥരോട് പ്രാർത്ഥന ഇല്ല. ആദ്യം നിങ്ങൾ പോയി ഒന്നും കൂടി ഒന്ന് കുർബാന കണ്ട് പഠിക്കുക, ഇതെന്താ സംഭവം എന്നുള്ളത്. അല്ല, ഇതൊന്നും അറിയാതെ ഞാൻ അന്നും പറഞ്ഞ കാര്യമാണ്. ഈ അന്ധൻ ആനയെ കണ്ട പോലെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. ഇല്ലാത്ത കാര്യം പറയരുത്. എന്റെ ശബ്ദം കയറും. ഉള്ള കാര്യം പറയരുത്, ഞാനത് കേട്ടിരിക്കും. ചുമ്മാ ഇല്ലാത്ത ആരോപണം പറയരുത്. മധ്യസ്ഥരോട് പ്രാർത്ഥന ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മധ്യസ്ഥരോട് പ്രാർത്ഥന എപ്പോഴാന്ന് പറയണം. അത് ഞാൻ പറഞ്ഞല്ലോ, 2 വർഷം ആയതുകൊണ്ട് ഞാൻ ഏത് സമയമാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അറിയില്ലെങ്കിൽ ബ്രദർ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ് മധ്യസ്ഥരോട് പ്രാർത്ഥന എന്ന്. അല്ലാതെ ഇല്ലാത്ത കാര്യം ആരോപണം പറയരുത്. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ടോ കുർബാനയുടെ ഇടയ്ക്ക്? മധ്യസ്ഥരോടോ മരിച്ചവരോടുള്ള പ്രാർത്ഥന എവിടെയാണെന്ന് പറയൂ, ഏത് സമയത്താണെന്ന് പറയൂ. കുർബാന എന്ന് പറയുന്നത് ബ്രദർ ഉദ്ദേശിക്കുന്നത് തുടക്കം തുടങ്ങി ഒടുക്കം വരെയുള്ളത് എങ്ങനെയാണ്, എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. ഇതൊന്നും അല്ല കർത്താവ് ഒടുവിലത്തെ അത്താഴത്തിന് ഇതൊന്നും അല്ല കാണിച്ചു തന്നത്. പിന്നെന്താ കാണിച്ചു തന്നെ? കർത്താവ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഒടുവിലത്തെ അത്താഴത്തിൽ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് പിള്ളേർക്ക് വീക്കിയിട്ട് കൊടുക്കാനാണോ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യാനാണോ പറഞ്ഞത്? അപ്പമെടുത്ത് മുറിച്ച് വാഴ്ത്തി അത് മാത്രം ചെയ്താൽ മതിയോ? അപ്പം എടുത്ത് മുറിച്ച് കൊടുത്താൽ മാത്രം മതിയോ? അത് എല്ലാ പരിപാടി തീർന്നോ? അത് അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 11 എടുക്ക്. എടുത്തോ, 23 മുതൽ വായിച്ചോ. 26 വാക്യം വേണമെങ്കിൽ വായിച്ചാൽ മതി, ഷോർട്ടായിട്ട് പെട്ടെന്ന് തീർക്കാം. അല്ല, 23 മുതൽ വായിക്കണോ? നല്ല പൂർണ്ണമാവോ? അല്ല, അത് ബ്രദറിന് എനിക്കറിയാലോ. അതാ പറഞ്ഞു 26 വാക്യത്തിൽ കൃത്യമായിട്ട് ആശയം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, വേണമെങ്കിൽ അത് മാത്രം എടുത്ത് വായിച്ചാൽ മതി. ബ്രദർ വായിച്ചോ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സുവിശേഷം? അല്ല, അവിടെ അതിന്റെ ഇവിടെ എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? ഈ ഒടുവിലത്തെ അത്താഴത്തിന്റെ കാര്യം കുർബാന എന്ന് പറയുന്നത് എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? അത് പറയൂ. അല്ല, സുവിശേഷത്തിലേക്ക് വരാം. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ബ്രദറിന്റെ വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും പറയാൻ അറിയില്ല. ഇപ്പോ അതാ പ്രശ്നം. ഒരുവന്റെ വിശ്വാസം, ഒരുവന്റെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു എനിക്ക് വേണ്ടി ജനിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, അപ്പൊ അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ മരണം ഓർമ്മയാചരിക്കുകയാണ് എന്ന് പറയുമ്പോ ഇവിടെ ഒരുവൻ ആ ബലിയിലേക്ക് അല്ലെങ്കിൽ കുർബാനയിലേക്ക് അല്ലെങ്കിൽ അന്ത്യത്താഴത്തിലേക്ക് ഏത് വാക്ക് ബ്രദർ ഉപയോഗിക്കുന്ന ബ്രദറിന് ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കുക. അവിടോട്ട് വരുമ്പോ അവൻ അവിടെ ചിലപ്പോ ബൈബിള് വായിക്കുന്നുണ്ട്, അവൻ ലേഖന വായനയുണ്ട്, സുവിശേഷ വായനയുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആരാധനകളുണ്ട്. അല്ലാതെ ഓടിച്ചെന്നിട്ട് വെറുതെ ഒരു ചടങ്ങ് കഴിക്കുന്നതായിട്ട് ചുമ്മാ ഒരു അപ്പം എടുത്ത് മുറിച്ച് തിന്നിട്ട് ഇറങ്ങി പോകാനല്ല. അവന്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുണ്ട്, പാപങ്ങളുടെ ഏറ്റുപറച്ചിലുണ്ട്. ഇത് പറ, അത് പോട്ടെ, അത് അങ്ങോട്ടൊക്കെ വരാൻ ഒത്തിരി താമസമുണ്ട്. അതിനു മുമ്പ് ഈ കർത്തൃമേശ എന്താന്നുള്ളത് പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തില് 26 മുതൽ 26 അധ്യായത്തില് 26 മുതൽ 28 വരെ, മർക്കോസിന്റെ സുവിശേഷത്തില് മത്തായി മർക്കോസും ലൂക്കോസും ഈ ഉടമ്പടിയെ കുറിച്ച് മാത്രമല്ലല്ലോ, അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഈ എഴുതിയ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടല്ല അവസാനം പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. അപ്പൊ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ച് അതിലേക്ക് വരുമ്പോ ഇപ്പൊ ബ്രദർ ഇപ്പം നിങ്ങളിപ്പോ ഒന്ന് അമേരിക്കക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്നു നേരെ മറ്റേ റൺവേ കൂടെ ഓടിച്ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അതിനൊരു പ്രോസസ് ഉണ്ട്. നിങ്ങൾക്ക് അമേരിക്കയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് വിസ ഉണ്ടാകണം. എയർപോർട്ടിന്റെ ഫ്രണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറാനുള്ള ഒരു വാതിലുണ്ടാകും. അവിടെ നിങ്ങളെ പാസ്പോർട്ട് കാണിക്കും. ആ പാസ്പോർട്ട് കാണിച്ച് ടിക്കറ്റും കാണിച്ച് അകത്ത് ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് കൃത്യമായി അതിനൊരു രീതിയുണ്ട്. ഇതുപോലെ തന്നെ പുതിയ ഉടമ്പടിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് ആ ഒരു വാക്ക് മാത്രം എടുത്ത് ബ്രദർ പറയുമ്പോൾ അതിനു മുമ്പ് സ്തുതികളുടെ ബലികളുണ്ട്, ദൈവസന്നിധിയിൽ അർപ്പണമുണ്ട്,
തങ്ങളുടെ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ഈ പാപങ്ങളെ കുറിച്ച് ദൈവസന്നിധിയിൽ ഓർത്ത് ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് ഈ പുതിയ ഉടമ്പടിയിലേക്ക് വരുന്നത്. വിശുദ്ധ പൗലോസ് പുതിയ ഉടമ്പടിയുടെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ 23-ാമത്തെ വാക്യം മുതല് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചതിന് ശേഷം അപ്പോഴത്തേന് ശേഷം എന്നാ ചെയ്ത് കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചു. അതിനുശേഷം മുറിച്ച് കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ള എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. ബ്രദർ പറയുന്നത് നമ്മൾ ചെല്ലുക, നേരെ അകത്ത് ചെല്ലുക, അപ്പം എടുക്കുക, മുറിക്കുക, കഴിക്കുക, തിരിച്ചിറങ്ങി പോരുക, കഴിഞ്ഞു. ഇതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. അപ്പസ്തലന്മാരും യേശുക്രിസ്തു ഇത് കാണിച്ചു തന്നു. അതിനുശേഷം അപ്പസ്തലന്മാര് ആദ്യകാലത്ത് എത്ര സ്ഥലത്ത് ഇത് ചെയ്തു? എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അതിന് മറുപടി തന്ന അടുത്ത കാര്യത്തിലേക്ക് പോകാം. ബ്രദറിന്റെ ഈ പരിപാടി ഞാൻ സമ്മതിക്കില്ല. കത്തോലിക്ക സഭ മാത്രമല്ലോ, പല സഭകളും പല രീതിയിലാണ്. ബ്രദറെ, ചക്ക എന്ന് പറയുമ്പോൾ ചുക്കെന്ന് പറയരുത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മുന്നോട്ട് പോവാം. ഇല്ലേ, പോകത്തില്ല. അത് ഞാനല്ല പറയുന്നേ. ഇല്ല, പോകത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യം വളരെ ക്ലിയർ ആണ്. ചെല്ലുക, അപ്പം എടുക്കുക, മുറിക്കുക, പാനപാത്രം എടുക്കുക, മുക്കുക, കഴിക്കുക, തീർന്നോ? ഇതാണോ ബ്രദർ ഉദ്ദേശിക്കുന്ന പുതിയ ഉടമ്പടി എന്നൊറ്റ ചോദ്യമാണ്. ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയുമ്പോൾ എന്നെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അതും പറയാം, ഞാൻ കേൾക്കാം. ഈ ആദിമസഭയില് പത്രോസ് മുതല് 12 അപ്പസ്തലന്മാരും പൗലോസും ആദിമസഭകളിൽ എന്താ ചെയ്തത്? അവരൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, വചനം വായിച്ചു, അത് പഠിപ്പിച്ചു. അതിനുശേഷം അപ്പം വാഴ്ത്ത് കർത്തൃമേശ ആചരിച്ചു. കർത്തൃമേശ ആചരിക്കേണ്ട വിധമാണ് ഇപ്പൊ ഈ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പരമേൽപ്പിച്ചു തരുന്നത് ഇതാന്ന് പറഞ്ഞാണ്. ഇപ്പൊ പള്ളിയിൽ എന്താ ചെയ്യുന്നത്? എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചത്. ഇപ്പൊ പള്ളിയിൽ എന്താ ചെയ്യുന്നത്? പള്ളിയിൽ കുർബാനയുടെ ഇടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ ബ്രദർ എന്ന് പറഞ്ഞല്ലോ. ബ്രദർ, ഇപ്പൊ പള്ളിയിൽ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ നിങ്ങൾ നേരത്തെ കറങ്ങി തിരിഞ്ഞു. ഞാൻ പറഞ്ഞു, പള്ളിയിൽ വരുന്നു, നമ്മൾ ഒരുമിച്ച് പാടുന്നു, ഒരുമിച്ച് ആരാധിക്കുന്നു, ദൈവസന്നിധിയിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ കുറവുകളെ കുറിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം ആ പുതിയ ഉടമ്പടിയുടെ സ്ഥാപന വചനങ്ങളിലേക്ക് വരുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ട്. പക്ഷെ അതിനു മുമ്പ് ലേഖന വായനയുണ്ട്, സുവിശേഷ വായനയുണ്ട്. ഇതൊന്നും ഇല്ല എന്ന രീതിയിലാണ് നിങ്ങൾ ഈ കൊറിന്ത്യർ ലേഖനം 11 എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞത്. വരിക, അപ്പം എടുക്കുക, മുറുകിയ, തിന്നുക, പോവുക. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എടുക്കാമോ? 20-ന്റെ 7 ഓടിക്കൊന്ന് വായിക്കാമോ? ഞാൻ പെട്ടെന്ന് വായിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിയിരുന്നതുകൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു. അർദ്ധരാത്രി വരെ പ്രസംഗം നീണ്ടു. ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളിലത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു. എവൂത്തിക്കോസ് എന്ന പേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസിന്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഢനിദ്രയിലാണ്ടു. നിദ്രാധീനനായി അവൻ 3-ാം നിലയിൽ നിന്നും താഴേക്ക് വീണു. അവനെ ചെന്ന് എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പൗലോസ് താഴെ ഇറങ്ങി കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഒരു രാത്രി മുഴുവൻ. അപ്പൊ ആദ്യം അവിടെ പ്രസംഗമുണ്ട്, സുവിശേഷത്തെ കുറിച്ചുള്ള ചിന്തകളുണ്ട്, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ ദൈവവചനത്തെ കുറിച്ചുള്ള ചിന്തകളും സുവിശേഷ വായനയും ആ സുവിശേഷങ്ങളെ കുറിച്ചുള്ള ചിന്തയെല്ലാം കഴിഞ്ഞ് അതിനുശേഷം തിരിച്ചു ചെന്ന്, അതായത് ആ പയ്യൻ ദീർഘനേരമായി കഴിഞ്ഞപ്പോ അവൻ മുകളിൽ നിന്ന് താഴെ വീണ് മരണപ്പെട്ട് അവനെയും ഉയർപ്പിച്ചതിന് ശേഷം പിന്നെ മുകളിൽ ചെന്നിട്ടാണ് അപ്പം മുറിക്കുന്നത്. അപ്പൊ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ബ്രദർ പറഞ്ഞ പോലെ നേരെ ചെല്ലുക, പാന്റ് സൂട്ടിട്ട് ചെല്ലുക, ഓടി ചെല്ലുക, നേരെ അപ്പം എടുക്കുക, മുറിക്കുക. ആ രീതിയിലാണ് ബ്രദർ 11-ാം അധ്യായം വായിച്ചത്. 1 കൊരിന്ത്യസ് 11. പിന്നെ എന്തിനാ നിങ്ങൾ ലേഖനം വായിക്കുന്നത്, നിങ്ങൾ എന്തിനാ സുവിശേഷം വായിക്കുന്നത്, എന്തിനാ അത്ര നീട്ടുന്നതെന്ന് ചോദിച്ചത്. നേരത്തെ നിങ്ങൾ പറഞ്ഞത്, ബ്രദർ പറഞ്ഞത് 1 മണിക്കൂർ നീണ്ടു പോകുന്നല്ലോ. വേറെ പ്രാർത്ഥനകളുണ്ട്. എന്റെ പൊന്നു ബ്രദറെ, കുർബാനയ്ക്കകത്തുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ എവിടെയാണെന്ന് നിങ്ങൾ പറയൂ. ഏത് സമയത്താണെന്ന് നിങ്ങൾ പറയൂ. കുർബാന എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, കർത്തൃമേശ എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൂ, പറഞ്ഞു തരൂ. അല്ല, ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ വായിച്ച 20-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം മുതൽ വായിച്ചു. ഇവിടെ എവിടെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുള്ളത്? അവര് വചനം വായിച്ചു, വചനം പഠിപ്പിച്ചു, പ്രസംഗിച്ചു, അതിനുശേഷം അപ്പം മുറിച്ചു,
അപ്പൊ അതിനുശേഷം ബ്രദർ ഒരു കാര്യം ചെയ്യുക, അടുത്തുള്ള ഒരു കത്തോലിക്ക പള്ളി ചെല്ലുക, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുക. തുടക്കം നടക്കുന്ന കാര്യങ്ങൾ ബ്രദറിന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചെല്ലുന്നു, നമ്മൾ ഒരുമിച്ച് കർത്താവ് എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ബലി അർപ്പിക്കാന്ന് പറയുന്നു, അത് സ്തുതികളുടെ ബലിയിൽ ഈ ബലി അർപ്പിക്കുന്നു. അതിനുശേഷം പിന്നീടുള്ള വായനകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേഖന വായനയുണ്ട്, സുവിശേഷ വായനയുണ്ട്, പഴയ നിയമ വായന, അതായത് ഞായറാഴ്ച ദിവസമാണെങ്കിൽ പഴയ നിയമ വായന അടക്കം ഉണ്ടാവും. ഈ 3 വായന കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സുവിശേഷത്തെക്കുറിച്ച്, ആ വചനത്തെക്കുറിച്ച് ഒരു വചന ചിന്തയുണ്ടാവും. ചിലപ്പോൾ പുരോഹിതൻ, ചിലപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതിനുശേഷം നേരെ പോകുന്നത് പുതിയ ഉടമ്പടിയുടെ സ്ഥാപന വചനങ്ങളിലേക്കും അതിലേക്കുള്ള ഒരുക്കത്തിലേക്കുമാണ് പോകുന്നത്. അതൊരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ സ്ഥാപന വചനങ്ങൾ ചൊല്ലി അവിടെ നമ്മൾ മുട്ടുകുത്തുമ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന കൊരിന്ത്യർ ലേഖനത്തിന്റെ 11:23 മുതലുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് ആ വാക്യങ്ങൾ തന്നെ പറഞ്ഞ് അതിനുശേഷം ആ വാക്യങ്ങളെല്ലാം പറഞ്ഞ് ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന വിശുദ്ധരോടോ അല്ലെങ്കിൽ മറിയത്തെയൊക്കെ അനുസ്മരിക്കുകയാണ്. എന്ത്? വിശുദ്ധരെ അനുസ്മരിക്കുന്നു വിശുദ്ധ കുർബാനയിൽ. നമുക്ക് മുൻപ് കടന്നുപോയ വിശുദ്ധരായ സുവിശേഷത്തിന് വേണ്ടി പ്രയത്നിക്കുകയും യത്നിക്കുകയും ചെയ്ത ആളുകളെ അനുസ്മരിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുന്നത് ഇന്ന് സഭയുടെ മേലധികാരികൾക്ക് വേണ്ടിയിട്ട്, സഭ ആരൊക്കെയാണോ ഇന്ന് ആ സഭയുടെ തലവന്മാര്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള കാര്യമാണ്. അതായത് കുർബാന ഉടമ്പടിയുടെ സ്ഥാപനമെല്ലാം കഴിഞ്ഞ് അവിടെ അതിനുശേഷമാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അതാകട്ടെ ഈ പറയുന്ന ശരീരരക്തങ്ങൾ ഓരോ ജനത്തിന്റെ അടുത്തേക്കും എത്തിക്കുന്നതിന് അവിടെ ഒരുക്കുന്ന സമയത്താണ് ശുശ്രൂഷി ഈ പ്രാർത്ഥനകൾ, അതായത് സഭാതലവന്മാർക്ക് വേണ്ടിയിട്ട്, ജനത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട്, ദേശത്തിന് വേണ്ടിയിട്ട് വിശുദ്ധരായി കടന്നുപോയിട്ടുള്ള ആളുകളെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ കാര്യങ്ങൾ അപ്പസ്തലന്മാര് എവിടെയെങ്കിലും ചെയ്തതായിട്ട്, ഇന്ന് കത്തോലിക്ക പള്ളിയിൽ ചെയ്യുന്ന കാര്യങ്ങള് അപ്പസ്തലന്മാര് എവിടെയെങ്കിലും ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഈ ബൈബിളിൽ? പറഞ്ഞുതരാം. പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ, എന്റെ വായിൽ നിന്ന് സുവിശേഷം ശക്തമായി പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവനെന്ന് സഭയോട് മധ്യസ്ഥം അപേക്ഷിച്ച അപ്പസ്തോലനെ കാണാൻ പറ്റും. അപ്പൊ കൂടി വരുമ്പോഴാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ? ഒരുമിച്ച് കൂടി സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇനി അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായം എടുത്തോ, അതിന് 5-ാം അധ്യായം ആയിരിക്കുള്ളൂ. അവിടെയും സഭ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എവിടെയൊക്കെ സഭ പ്രതിസന്ധിയിലായി ഈ കുർബാന ചൊല്ലി കുർബാന അർപ്പിക്കുന്നതായിട്ട് ഏതെങ്കിലും അപ്പസ്തോലനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആദ്യ സഭയിലുള്ള ഏതെങ്കിലും പ്രവാചകന്മാരോ ആരെങ്കിലും ചെയ്തതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ പൊന്നു ബ്രദറെ, ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് ബ്രദറിന് എന്താ പ്രശ്നം? അത് ബൈബിളിൽ കിടക്കുന്ന കാര്യമാണ്. ഒരുമിച്ച് കൂടുമ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് അപ്പസ്തോലന്മാർ ചെയ്തതിനുള്ള തെളിവാണ് ഞാൻ ബ്രദറിന് തന്നത്. അപ്പസ്തോലന്മാർ ചെയ്ത തെളിവാണ് ഞാൻ പറഞ്ഞത്. അത് കുർബാന മധ്യേ എന്നുള്ളതല്ല, അത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. സ്ഥാപന വചനത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന സഭയ്ക്ക് വേണ്ടിയിട്ടോ സമൂഹത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അതിന്റെ മധ്യയല്ല, തുടക്കമല്ല, സ്റ്റാർട്ടിങ്ങിലല്ല. അതിന്റെ സമയവും ഞാൻ പറഞ്ഞു. അത് ഏത് സമയത്താണ്? അത് ശുശ്രൂഷി പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? പുരോഹിതൻ ഈ പറയുന്ന ശരീരരക്തങ്ങൾ ജനത്തിന് കൊടുക്കാനായിട്ട് ഇത് ബൈബിളിലുണ്ടോ എന്ന് ബ്രദർ ചോദിക്കുക. ബൈബിളിൽ ഇല്ല, പക്ഷെ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ പോയി വായിച്ചു നോക്ക്. 1, 2, 3 നൂറ്റാണ്ടുകളിലും അതിനുശേഷമുള്ള ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ഈ ശുശ്രൂഷയുടെ മധ്യേ എന്തൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞപ്പോ വന്ന പരിഷ്കാരങ്ങളാണ് ഈ കുർബാനയും കുമ്പസാരവും മാമോദീസ സൈര്യലേപനവും രോഗിലേപനവും ഇങ്ങനെയുള്ള ചടങ്ങുകൾ മുഴുവൻ ഇത് സഭയ്ക്കകത്ത് കടന്നു വന്നത്. അപ്പസ്തോലന്മാരുടെ കാലത്ത് ഈ ചടങ്ങുകളൊന്നുമില്ലായിരുന്നു. അവരൊന്നിച്ചു കൂടും, വചനം വായിക്കും, അപ്പം മുറിക്കും, സങ്കീർത്തനങ്ങൾ പാടും. ഇത് മാത്രമേ ബൈബിളിലുള്ളൂ. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കരുത്. ഞാൻ തുടക്കമേ പറഞ്ഞ കാര്യം, ഗോൾ പോസ്റ്റ് മാറ്റി കളിക്കരുത്. നമ്മളിവിടെ കുർബാന എന്നൊരൊറ്റ വിഷയം പറയുമ്പോൾ പിന്നെ അവിടെ സൈര്യലേപനം വരുന്നു, പിന്നെ അവിടെ 100 കൂട്ടം വിഷയം വരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ബ്രദറെ ഞാൻ എന്തോരം സമയം വേണമെങ്കിലും തരാം. അപ്പൊ ഇത് ശരിയല്ല, ശരിയായൊരു ഏർപ്പാടല്ല. അപ്പൊ മറ്റു വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ബ്രദറിന് സമയം തരാമെന്ന് പറഞ്ഞിട്ടും ബ്രദറിന് ആശയമില്ലാത്തതുകൊണ്ട് വീണ്ടും പഴയതിലേക്ക് വരികയാണ്. അവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് അപ്പസ്തോലന്മാർ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. 12 അപ്പസ്തോലന്മാരോ അല്ലെങ്കിൽ വിശുദ്ധ പൗലോസോ അല്ലെങ്കിൽ തിമത്തിയോസോ അല്ലെങ്കിൽ എപ്പപ്പാത്തോസോ ഇങ്ങനെയുള്ള ഒരു സഭയെ നയിച്ച ആദിമപിതാക്കന്മാരും അപ്പസ്തോലന്മാരും ആരും
ഈ രീതിയിൽ ഇന്നത്തെ രീതിയിൽ ഒരു ബലിയർപ്പണം ഒരു സ്ഥലത്തും ചെയ്തിട്ടുമില്ല, അത് രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പസ്തോലന്മാര് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഡിഡാക്കെ എന്നൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ബ്രദർ വായിച്ചിട്ടുണ്ടോ? ഞാൻ ആധികാരികമായിട്ട് സഭയുടെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ബ്രദർ എഴുതിയിട്ടില്ല എന്ന് അർത്ഥത്തിലാ പറഞ്ഞത്? എഴുതിയിട്ടില്ല എന്ന് അർത്ഥത്തിലാ പറഞ്ഞത്? നമുക്ക് എഴുതിയിട്ടില്ല എന്ന് അർത്ഥത്തിലാ പറഞ്ഞത്? നമുക്ക് ആധികാരികമായ പുസ്തകം ബൈബിളാണ്. ബ്രദറിന് ആധികാരികമായത് എങ്ങനെയാണ് ആ പുസ്തകം? ബ്രദറിന് ആധികാരികമായത് എങ്ങനെയാണ് ആ പുസ്തകം? അതിന്റെ അപ്പുറത്തുള്ള ഒരു പുസ്തകവും ബൈബിൾ എന്നാണ്. ബൈബിൾ ആധികാരികമായതെന്ന എങ്ങനെയാണ് ബ്രദറിന്? ബൈബിൾ എന്ന പുസ്തകം ബ്രദറിന് ആധികാരികമായത് എങ്ങനെയായിരുന്നു? അത് ദൈവനിവേശിതമായിട്ട് 40 എഴുത്തുകാര് വിവിധ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 40 എഴുത്തുകാരെന്നുള്ളത് ഒരു കണക്കാണ്. 40 എഴുത്തുകാരെന്നുള്ളതിലൊക്കെ വേറെ തർക്കങ്ങളുണ്ട്. അത് പോട്ടെ, അത് നമുക്ക് ഇപ്പൊ എന്തായാലും വിടാം. ബ്രദർ ഒരു കാര്യം മനസ്സിലാക്കുക. ബ്രദർ ഇപ്പൊ പറഞ്ഞു ചരിത്രമാണ് ബ്രദർ ചോദിച്ചത്. ഇങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് എവിടെയെങ്കിലും ചരിത്രം ഉണ്ടെന്ന് ചോദിച്ചു. ചരിത്രം ബൈബിളിൽ മാത്രമല്ല, ബൈബിളിലെ ചരിത്രം എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവൃത്തി മാത്രമാണ് ബൈബിളിലെ ചരിത്രം കിടക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റിൽ അപ്പസ്തോലന്മാർ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് അപ്പസ്തോല പ്രവൃത്തി കിടക്കുന്നത്. ലേഖനങ്ങളിലും ചില സൂചനകളുണ്ട്, ചില കാര്യങ്ങൾ. ഇതാണ് ചരിത്രം എന്ന് പറഞ്ഞു കിടക്കുന്നത്. ഇത് മാത്രമാണ് ചരിത്രം എന്ന് ബ്രദറിനോട് ആരാ പറഞ്ഞേ? ചരിത്ര പുസ്തകങ്ങൾ വേറെ. അത് ചരിത്ര പുസ്തകങ്ങൾ ഡിഡാക്കെ ആധികാരികമല്ല എന്ന് ബ്രദറിനോട് ആരാ പറഞ്ഞത്? ചരിത്രവുമായി ബന്ധപ്പെട്ട് ഡിഡാക്കെ ആധികാരികമല്ല എന്ന് ബ്രദറിനോട് ആരാ പറഞ്ഞത്? യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഈ അപ്പസ്തോലന്മാരോടോ അല്ലെങ്കിൽ അന്നത്തെ പ്രവാചകന്മാരുണ്ടായിരുന്നു, അവരോട് ആരോടെങ്കിലും ഇന്ന രീതിയിലൊക്കെ നിങ്ങൾ കുർബാന ചരണം എന്ന് ആരോടെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ? പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതങ്ങനെ തന്നെ ചെയ്യുന്നത്. 9-ാം അധ്യായത്തില് അതങ്ങനെ തന്നെ ചെയ്യുന്നത്. യാതൊരു വ്യത്യാസമില്ല, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-ാം അധ്യായത്തില് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് ഇതിന് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യൂ. യേശുക്രിസ്തു പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. യാതൊരു വ്യത്യാസമില്ല. വ്യത്യാസമില്ലെന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ കൃത്യമായിട്ട് തെളിയിച്ചു തന്നു എന്തൊക്കെയാണ് നടക്കുന്നത്, കുർബാനയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ബ്രദറിനെ തെളിയിച്ചു തന്നു. അതിന് തെളിവെടുത്തു. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായത്തിന് സമയമെടുത്തു. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സുവിശേഷ വായനയുണ്ട്, സുവിശേഷ പ്രഘോഷണമുണ്ട്, ഇവിടെയുണ്ട് സുവിശേഷ വായന, ഇവിടെയുണ്ട് ലേഖന വായന, ഇവിടെയുണ്ട് പഴയ നിയമ വായന. അതിനെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള ആരാധനകളുണ്ട്. ഈ ഓരോന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രദർ ഇവിടെ പറഞ്ഞ ഒറ്റ പ്രശ്നമുള്ളൂ, വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധരോടുള്ള സ്മരണ വയ്ക്കുന്നു, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എവിടെയാണെന്നുള്ള ചോദ്യമാണ്. ഞാൻ അതിനെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് ഏത് സമയത്ത് എപ്പോൾ ചെയ്യുന്നു? പുതിയ ഉടമ്പടിയുടെ സ്ഥാപനം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ട്? അതിന് ഞാൻ പറഞ്ഞു തെളിവുകൾ നിങ്ങൾ എടുത്തോ. ചരിത്ര തെളിവുകളാണ് ഡിഡാക്കെ എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ. നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റാത്ത എന്റെ കുഴപ്പമാണോ? ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പൊ അതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് അന്ധനെ പോലെ നിന്നിട്ട് വാദിച്ചിട്ട് കാര്യമില്ല, തർക്കിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ബൈബിൾ അടിസ്ഥാനമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചരിത്രം ബൈബിൾ മാത്രമല്ലെന്നേ. ബൈബിൾ അടിസ്ഥാനമായ ഒരു ദൈവിക ഉപദേശം ബൈബിൾ അടിസ്ഥാനം ബ്രദർ എടുത്താൽ ഞാനും അത് എടുക്കത്തുള്ളൂ. ഒരു ഉപദേശം ബ്രദർ എടുക്കുമ്പോൾ ബൈബിൾ തന്നെയാണ് എനിക്കും അടിസ്ഥാനം. യാതൊരു വ്യത്യാസവും ഇല്ല, ബൈബിൾ അടിസ്ഥാനം തന്നെയാണ്. പക്ഷേ ആദിമസഭയിൽ അങ്ങനെ നടന്നിട്ടില്ല എന്ന് ബ്രദർ പറയുമ്പോൾ നടന്നത് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ബൈബിൾ മാത്രം നോക്കിയാൽ പോരാ, ചരിത്ര പുസ്തകങ്ങളും കൂടി നോക്കണം. അല്ല, ഈ ബൈബിള് അപ്പസ്തോല പ്രവർത്തികളും അതുപോലെ തന്നെ ലേഖനങ്ങളും അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ അകത്തോ ഒരു കുർബാനയും അർപ്പിച്ചതായിട്ട് ഓരോരുത്തർ രേഖപ്പെടുത്തിയിട്ടില്ല. വീണ്ടും ബ്രദർ പഴയിലേക്ക് വന്നു. കുർബാന എന്നുള്ള വാക്ക് ഞാൻ എന്താന്നുള്ളത് കുറെ നേരം ഞാൻ ഇരുന്ന് വെള്ളം കോരിയതാ. വീണ്ടും ബ്രദർ പഴയിലേക്ക് വന്നു. 1 മണിക്കൂർ ഇരുന്ന് ഞാൻ വെള്ളം കോരിയതല്ലേ കുർബാന എന്താണെന്നും ബലി എന്താണെന്നും പറഞ്ഞത്. അപ്പോ ബ്രദർ പറയുന്നത് ആ ബലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ അത് പൗലോസിനോട് പറയണം. ഹെബ്രായ ലേഖനത്തിൽ ബലി എന്ന വാക്ക് ഉപയോഗിച്ച് ശരിയായില്ല, അത് മോശമായിപ്പോയി. ഞങ്ങൾക്കിപ്പോ പെന്തക്കോസ്തക്കാർക്ക് അത് ശരിയല്ല, അതുകൊണ്ട് ആ വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയണം. അതുപോലെ യാഗമെന്ന് സത്യവേദപുസ്തകത്തിൽ യാഗമെന്ന് പറഞ്ഞിരിക്കുന്നു, അതും ശരിയല്ല, അത് ബ്രദർ പറയണം. ഒരു മിനിറ്റ്, ഞാൻ ബന്ധക്കോസ്താന്ന് ബ്രദറിനെ എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? ഞാൻ ഒരു ബന്ധക്കോസും അല്ല. ബ്രദറാണ് കഴിഞ്ഞ കോളിൽ എന്നോട് പറഞ്ഞത്. ഒരു വർഷം ഞാൻ ചർച്ചയിൽ പോയി എന്നല്ലാതെ ഞാൻ അവിടുത്തെ അംഗമായിട്ടില്ല. അവിടെ ബ്രദറാണ് എന്നോട് പറഞ്ഞത്. ഞാനാ പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോ കത്തോലിക്ക സഭയിലല്ല ഇന്ന സ്ഥലത്താണ് പോകുന്നത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അതല്ല പറഞ്ഞത്, 1 വർഷം മുമ്പ് ഞാൻ പോയായിരുന്നു. 1 വർഷം 2023 ഞാൻ പോയി. 24 ലാസ്റ്റ് പോയാലില്ലെങ്കിലും ബ്രദറെ എനിക്ക് പെന്തക്കോസ്തക്കാരോട് യാതൊരു എതിർപ്പില്ലെന്ന്. എനിക്ക് സ്നേഹമുള്ളൂ, സന്തോഷമുള്ളൂ. ഞാൻ ഒരു പെന്തക്കോസ്തക്കാരനോട് എനിക്ക് യാതൊരു ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി തന്നെ എല്ലാ സ്നേഹത്തോടും സാഹോദര്യത്തോടും കാണുന്നത് ഞാൻ അവരെ.
കത്തോലിക്ക സഭയിലെ ഒരാളും ബ്രദറിനോട് ഇങ്ങനെ പറയത്തില്ല. പെന്തക്കോസ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കൾട്ടാണെന്നേ പറയത്തുള്ളൂ കത്തോലിക്ക സഭയിലെ ആളുകൾ. പക്ഷെ ഞാൻ ഈ സഭയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, പെന്തക്കോസ്തക്കാരും എനിക്ക് ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. അവരും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ബ്രദറും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ബ്രദറും ക്രിസ്തുവിൽ സഹോദരനാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമാണ് എനിക്കും എതിർപ്പുണ്ട്. ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട്. എനിക്കുണ്ട്. കത്തോലിക്ക സഭയിലെ ആചാരങ്ങളോട് ഒത്തിരി വിയോജിപ്പുണ്ട്. കാരണം എനിക്കും വിയോജിപ്പുണ്ട്. ഞാൻ ആ വിയോജിപ്പ് ബ്രദർ ഈ വിയോജിപ്പ് എന്നോട് വിളിച്ചു പറയുന്നു. ഞാൻ ഈ വിയോജിപ്പ് പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നു. പക്ഷേ ഇല്ലാത്ത കാര്യം പറയരുത്. കാണുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഈ ലോകത്തിലുള്ള ജനങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കുമല്ലേ. അതുകൊണ്ട് അതിന്റെ വിഗ്രഹത്തിന് ചോട്ടിക്കൊണ്ടുവന്ന് അടിമ കെട്ടുവാണ്. 100% ശരിയാണ്, അംഗീകരിച്ചിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, കഴിഞ്ഞ വിളിച്ചപ്പോ പറഞ്ഞു 99% കത്തോലിക്ക സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ 50 അല്ല. അതങ്ങനെ പ്രൂഫ് ചെയ്യാൻ പറ്റും 50%? അതിപ്പോ ബ്രദർ പറഞ്ഞ പോലെ തന്നെ കുർബാന എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും തെറ്റല്ല. അത് കൃത്യമായി വചനാടിസ്ഥാനത്തിലാണ്. അത് ഞാൻ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. ബ്രദർ അംഗീകരിക്കാതെ എന്റെ കുഴപ്പമില്ല. അല്ല, അതൊരു കൂട്ടായിട്ട് കൂട്ടാം. ഒരു കാര്യം അത്. പിന്നെ എന്തുണ്ട്? ഇല്ല, ഇത് ബ്രദർ ഈ പറയുന്ന സാധനം അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ അടുത്തിലോട്ട് പോകത്തുള്ളൂ. പിന്നെ എന്ത് വേണേലും പിടിക്കും. കർത്താവോ കാര്യങ്ങളാ ഒത്തിരി പ്രാർത്ഥനകള്, വചനവിരുദ്ധമായ ഒത്തിരി കാര്യങ്ങള് ഇന്നത്തെ കുർബാനയിൽ വന്നിട്ടുണ്ട്. അല്ല, അത് കറക്റ്റ് തന്നെ. ബ്രദർ പറഞ്ഞ വചനവിരുദ്ധമായ പല കാര്യങ്ങളും ഇതിനകത്ത് പലതും വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാന എന്ന് പറയുന്നതിന് ഞാൻ പച്ചയ്ക്ക് എതിർത്തേക്കുന്ന ആളാണല്ലോ. പള്ളിയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോ ഇതിന്റെ ഒന്നും അർത്ഥം അറിയാതെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത്. പക്ഷെ വചനങ്ങൾ വായിച്ചു വന്നപ്പോ അത് ഈ പാവപ്പെട്ട കത്തോലിക്കർക്ക് സത്യം പറഞ്ഞതിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. ഇതിപ്പോ എന്താ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ അവിടെ നമ്മള് പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങേ സൈഡിൽ ഒരു കുപ്പത്തൊട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ മൊത്തം മോശമാണെന്ന് പറയരുത്. അവിടെയാണ് എൻ്റെ പ്രശ്നം, അവിടെയാണ് ഞാൻ ഉദിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇനി ബ്രദർ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും കുർബാനയുടെ ഇടയിലുള്ള പല പ്രവർത്തനങ്ങളും തെറ്റാണെന്ന് പരസ്യമായിട്ട് പറയുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? അപ്പൊ എനിക്കതൊന്നും അങ്ങനെ ഒന്നും ന്യായീകരിക്കേണ്ട കാര്യങ്ങള് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെ അത് ചെയ്യുന്ന ആ വചനത്തിനെ ധിക്കരിക്കുന്ന വചനം എന്ന് പറയുന്ന ദൈവം പറഞ്ഞേ അതിനെ ന്യായീകരിക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. ഞാൻ ശക്തമായി അതിനെ എതിർക്കുന്ന ആളാണ്. അത് ശരിയല്ല എന്ന് തന്നെ പറയുന്ന ആളാണ്.